ഇന്നത്തെ വീഡിയോ നമ്മൾ ടൈറ്റിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ എന്തുകൊണ്ട് 250 എടുത്തു എന്നാണ് കേട്ടോ. അതേപോലെ പുതിയ KTM വണ്ടി മേടിക്കാൻ പോകുന്നവർ എന്തായാലും 250cc ഒന്ന് നോക്കണം. ഇച്ചിരി കൂടെ ബഡ്ജറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 390 എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി Gen 2 മോഡലായ ഡൂക്ക് 200 160 ആ ടൈപ്പ് റോഡിൽ ഇഷ്ടം പോലെ കാണാറുണ്ട്. അതേസമയം ഈ ഒരു വണ്ടി അങ്ങനെ റോഡിൽ കാണാനേ ഇല്ല. അപ്പോൾ റോഡ് പ്രസൻസ് പിന്നെ ആളുകൾ നമ്മളെ നോക്കിയില്ലെങ്കിലും വണ്ടി ഒന്ന് നോക്കും. ഈ വണ്ടി ഭയങ്കര ഐ-ക്യാച്ചിയാണ്. പിന്നെ അതുമാത്രമല്ല Gen 3 ഡൂക്ക് ഭയങ്കര ലുക്കാണ് കേട്ടോ. ഒടുക്കത്തെ ആ ബാക്കിലത്തെ ടോപ്പിലത്തെ ഫ്രെയിമൊക്കെ ആ ഇത് വരുന്നത് ഒരു അലൂമിനിയം ഫ്രെയിമാണ്. പിന്നെ അതിൻ്റെ ഇതൊക്കെ ഭയങ്കര ബ്ലേഡ് പോലെ ഒരു സെറ്റപ്പ് ലുക്കാണ് കേട്ടോ വണ്ടിക്ക് ടോട്ടൽ വരുന്നത്. പിന്നെ സ്റ്റോക്ക് ടയർ ഒരു 150 സെക്ഷൻ MRFൻ്റെ നോർമൽ ടയറാണ് വരുന്നത്. പക്ഷേ അതത്ര കൊള്ളത്തില്ല. അതേപോലെ ഫ്രണ്ടിലാണെങ്കിലും അങ്ങനെ തന്നെ 110 സെക്ഷൻ MRFൻ്റെ സെയിം ടയറാണ് വരുന്നത്. അത് അത്ര ലുക്ക് കാര്യങ്ങളില്ല. ഇതിനകത്തൊരു അപ്പോളോ H1 ഒക്കെ വരുവാണെങ്കിൽ 390ക്ക് ഡൂക്കിൻ്റെ അതിൽ അപ്പോളോ H1 ടയറാണ് വരുന്നത്. അതൊന്നുകൂടെ ബെറ്ററാണെന്ന് തോന്നുന്നു. പിന്നെ ഈ വണ്ടിയുടെ സൈലൻസറിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് അത്ര പോരാ. ഈ വണ്ടിയുടെ പോരായ്മ പറഞ്ഞ് നമ്മൾ നേരത്തെ ഒരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ നേരത്ത് ഒന്ന് ഷോറൂമിൽ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഓൾറൗണ്ട് അടിച്ച് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. അത് എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്താണ് വണ്ടിക്കുണ്ടായ കാര്യങ്ങൾ, കംപ്ലയിൻറ്റ്, എവിടെയൊക്കെ ലീക്ക് കാര്യങ്ങൾ, പിന്നെ കുറച്ച് കംപ്ലയിൻറ്റ് പോലുള്ള സാധനങ്ങൾ. അത് ഫസ്റ്റ് സർവീസ് ആകുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ ശരിയാവുമെന്ന് തോന്നുന്നു. ഓൾറെഡി ഞാൻ ഒരു വട്ടം അതിൻ്റെ ആ ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടുത്തെ അത് ഗ്യാപ്പ് ഷോറൂമിൽ കൊണ്ടുപോയി ശരിയാക്കാൻ, എന്നിട്ടും ശരിയായിട്ടില്ല. അത് അവിടെ പിന്നെ ഓയിൽ ലീക്ക് ഉണ്ട്. അത് എന്തായാലും ഫസ്റ്റ് സർവീസ് പോകുമ്പോൾ ഒന്നുകൂടെ കാണിക്കണം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഓയിൽ ലീക്ക്. അത് ഒരു വട്ടം റെഡിയാക്കിയതാണ്. അല്ലാതെ വണ്ടീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ സാധനമാണ്. ഏതായാലും ഡൂക്കിൻ്റെ 250 അല്ലെങ്കിൽ 390 എടുക്കുകയാണെങ്കിൽ നല്ലൊരു ബെറ്റർ ചോയ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് 200 അതേപോലെ 160 ഒക്കെ പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി റോഡിൽ ഇഷ്ടം പോലെ സാധനമുണ്ട്. അപ്പം ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ Gen 3 മോഡൽ എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇതിലും ഒരു വണ്ടി പ്രീമിയം ആയിട്ട് തോന്നുന്നത് ഏതാണെന്ന് വെച്ചാൽ RC 200, RCയുടെ 160, RC 390. അത് ഭയങ്കര ലുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പ്രായമൊക്കെ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ RC KTMൻ്റെ നോക്കാവുന്നതാണ്. അത് വണ്ടി ഒരു ഫോട്ടോയിലോ കാര്യങ്ങളിലോ ഒക്കെ കാണുമ്പം അത്ര അതിൻ്റെ ഫ്രണ്ട് ഫെയറിങ് കാര്യങ്ങളൊക്കെ അത്ര രസമില്ലെന്ന് തോന്നുമെങ്കിലും അല്ലാതെ നേരിട്ട് കാണാൻ RC ഭയങ്കര ലുക്കാണ് കേട്ടോ. ഞാനൊന്ന് ഷോറൂമിൽ പോയപ്പോൾ കണ്ടായിരുന്നു. ഞാൻ ആദ്യമേ നേരത്തെ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഓൾറെഡി എനിക്ക് 3 വർഷം തൊട്ടേ ഈ വണ്ടി എടുക്കാനായിരുന്നു പ്ലാൻ. ഡൂക്കിൻ്റെ 250 ആ ഒരു ഓറഞ്ച് കളറായിട്ട് വരുന്നത്. പക്ഷേ ബഡ്ജറ്റ് ശരിയാവാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഡൂക്കിൻ്റെ 160 എടുക്കാൻ. അങ്ങനെ ഷോറൂമിൽ വിളിച്ച് നേരെ 160 എടുക്കാനെ കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ വണ്ടി EMI ഇട്ടാണ് എടുക്കുന്നത്. അപ്പം എന്തായാലും EMI അടയ്ക്കണം. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ റിഗർട്ട് അടിക്കും, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളത് അത് ഫണ്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഡൗണൊക്കെ കൊടുത്ത് EMI ഒക്കെ എടുക്കുന്നെങ്കിൽ എടുക്കാൻ ആഗ്രഹമുള്ള വണ്ടി തന്നെ എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വണ്ടി മേടിക്കാനും കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പം എടുക്കാൻ ഏതാണോ വണ്ടി ആഗ്രഹമുള്ളത് അത് കുറേ നാളിലൂടെ പണിയൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്ത് സെറ്റാക്കാന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും എനിക്കൊന്ന് ബെറ്റർ. പക്ഷേ ഇതിന് മൈലേജ് ഒക്കെ അത്യാവശ്യം കുറവാണ് കേട്ടോ. മൈലേജ് വരുന്നത് ഒരു 27, 28. മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ മൈലേജ് കൂടുതൽ കിട്ടുമെന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾ എത്ര കിട്ടുന്നുണ്ടെന്ന് യൂസ് ചെയ്യുന്നവരുണ്ട് കമൻറ്റ് ചെയ്ത ഉപകാരമായിരിക്കും. ഫസ്റ്റ് സർവീസ് ഞാൻ എന്തായാലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹാൻഡിലൊക്കെ വൈഡാണ് കേട്ടോ. അത് കഴിഞ്ഞ വീഡിയോയ്ക്ക് അതും പറഞ്ഞാണ്. പിന്നെ ഈ ബാക്കിലത്തെ ഈ ഒരു സാധനം ഒക്കെ ഇത് നമ്മൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. RC 200ഉം അതായത് Gen 2 മോഡൽ RC 200ൻ്റെ ഒരു ചെറിയ കട്ടിങ് പോലുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് അത്യാവശ്യം സീറ്റ് ഹൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. RCക്ക് ഒരു ഇച്ചിരി കൂടെ പൊക്ക വ്യത്യാസമേ ഉള്ളൂ. വീട്ടിൽ അമ്മേനെ ഒക്കെ വെക്കാനെ കൊണ്ട് നോക്കുന്നവരാണ്. പ്രായമുള്ള അമ്മമാരെയൊക്കെ പുറകിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതത്ര ഇതല്ല. വീട്ടിൽ അമ്മ തന്നെ ഇരിക്കുന്ന ഭയങ്കര പാടുപെട്ടാണ്. ഈ സ്വിങ്ങാം വേണ്ട, ഈ സ്വിങ്ങാമിൻ്റെ ഇവിടെ ഒരു ഭയങ്കര കിഴുത്തയാണ് കേട്ടോ. ഈ സ്വിങ്ങാം എനിക്ക് ഈ ഒരു സ്വിങ്ങാമിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ ഡൂക്കിൻ്റെ Gen 2 ഡൂക്കിൻ്റെ സ്വിങ്ങാമാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ്. ഇതിനിച്ചിരി വീതി കൂടുതലുണ്ട്. കുറേ പേര് പോകുന്നു. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു കവറിങ് കണ്ട, ഇത് സാധനം ചെറുതാണ് കേട്ടോ. നിങ്ങൾ മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ ഒരു വട്ടം ഓടിച്ചായിരുന്നു. ഇവിടെ ഒരു സാധനമില്ലാത്തതുകൊണ്ട് ചള്ളയൊക്കെ ഇവിടെ കണ്ടമാനം
അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വണ്ടി 2-3 വട്ടം വാഷ് ചെയ്ത് അങ്ങനെ ഒരുവിധം സെറ്റാക്കി വെച്ചേക്കാണ് ഈ സാധനം. പക്ഷേ ഈ ഒരു സാധനം ഊരി ഇത് ഊരി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഊരി വെച്ച് ഈ നമ്പർ പ്ലേറ്റിൻ്റെ സാധനങ്ങളെല്ലാം അടിയിലോട്ട് സെറ്റാക്കി ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ഈ ഇതില്ലാത്തതുകൊണ്ട് മഴയത്ത് ചള്ള കണ്ടമാനം തെറിക്കുന്നുണ്ട്. ഈ ഒരു സസ്പെൻഷൻ വരുന്ന വൈറ്റ് കളറാണ്. എനിക്ക് ഇത് കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഇത് പക്ഷേ കാണാനൊക്കെ രസമാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സാധനം ഇവിടുത്തെ ഈ ഒരു സാധനം മാറ്റിയിട്ട് നേരെ ഒരു ബെൻഡ് പൈപ്പ് വെച്ചിട്ട് എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പക്ഷേ നിങ്ങൾ നല്ല എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ സെറ്റായിരിക്കും. പക്ഷേ ലോക്കൽ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം പോകും. ഇത് എന്തായാലും ഒന്ന് ഷോറൂമിൽ കാണിക്കണം. വണ്ടി എടുക്കാൻ പോകുമ്പം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ചെറിയൊരു ക്രാക്കുണ്ട് കേട്ടോ. പിന്നെ ഈ ഓയിൽ ലീക്ക് ഒരു വട്ടം ശരിയാക്കിയതാണ് സാർ. ഇത് കണ്ട ഇവിടുത്തെ ഒക്കെ ലുക്ക് കണ്ട സാധനം നിങ്ങൾ. വണ്ടിയുടെ ഒരു വോക്ക് റൗണ്ട്. ഇത് 250 സിംഗിൾ ഫാനേ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സൈഡിൽ മാത്രമേ ഫാൻ വരുന്നുള്ളൂ, അപ്പുറത്തെ സൈഡിൽ വരുന്നില്ല. അതേപോലെ 390 വരുന്ന പോലെ ഒരു കവറിങ് വരുന്നില്ല. ഡൂക്കിൻ്റെ 200 തന്നെ ഈ സാധനമുണ്ട്. പിന്നെ ഈ ഒരു ഇതൊക്കെ കണ്ട ഇവിടുത്തെ ഈ ഒരു കളറ് ബ്ലാക്ക് ആണെങ്കിൽ ഇങ്ങനെ ഇവിടോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സെറ്റപ്പ് കളറാണ് കേട്ടോ. അത് ആ ഒരു സിൽവർ കളർ വരുന്നു. അത് അപ്പുറത്തെ സൈഡിലും അങ്ങനെ കണ്ടോ. ഇവിടെ LC4C എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഇവിടുത്തെ കളർ കണ്ട ഈ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഊരി വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഭയങ്കര ലുക്കായിരിക്കും. പിന്നെ അധികം കഥ പറയാനൊന്നുമില്ല ഗൈസ്, ചുമ്മാ ഒരു വീഡിയോ ചെയ്തതാണ്. യൂട്യൂബിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നപ്പം ഒരു സന്തോഷം. സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേര് കമൻറ്റൊക്കെ ചെയ്യുന്നു, വളരെയധികം ഉപകാരം. പിന്നെ ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി 3 വർഷം മുമ്പേ എനിക്ക് ഈ വണ്ടി കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഈ സാധനം തന്നെ എടുക്കാനുള്ള പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ വണ്ടി ഷോറൂമിൽ പോയി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പോഴാണ് പിന്നെ 160 ഡൂക്കൊക്കെ വന്നത്. ഞാൻ വിചാരിച്ചു മൈലേജ് ഉണ്ട്, പിന്നെ പവർ കുറച്ച് കുറവ്. ഓൾറെഡി 190 യൂസ് ചെയ്തത്. പിന്നെ RCയുടെ 160. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2 ലക്ഷത്തിനും 3 ലക്ഷത്തിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 46 മോഡൽ ടൈപ്പ് ബൈക്കുണ്ട്. ഭ്രാന്ത് പിടിക്കും. അതാണ് മെയിൻ സംഭവം. 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ അകത്ത് നിങ്ങൾ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ബൈക്കാണ്. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ 3 വർഷം മുമ്പ് ഞാൻ ഈ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കാനോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഫണ്ട് സെറ്റ് ചെയ്ത് പിന്നെ ഇത് തന്നെ എടുത്തത്. പക്ഷേ എടുക്കാൻ പോയപ്പോഴത്തേക്ക് മനസ്സിനൊരു ചഞ്ചാട്ടം വന്നായിരുന്നു. പൈസ ഡൗണും EMI ഒക്കെ കുറച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് 160 RC60 ഡൂക്ക് 160 വല്ല എടുക്കാണ്. പിന്നെയും വിചാരിച്ച് എന്തായാലും നമ്മൾ വണ്ടി എടുക്കുമല്ലേ, അങ്ങനെ എടുത്ത് ചാടിയേക്കാന്ന് വിചാരിച്ച് ചാടിക്കൊടുത്തതാണ്. ഇതാകുമ്പം എന്തായാലും EMI അടയ്ക്കണം. ഒരു 1000-2000 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്നവർ ഒന്ന് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് ഇത് എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കൊന്ന് RC200-നെക്കാട്ടിയും RC200 ഒന്നുകൂടെ പ്രീമിയം ലുക്കാണ് കേട്ടോ. ഭയങ്കര പ്രീമിയമായിട്ട് തോന്നും. അത് ആ ഫെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോയ്ക്കകത്ത് ഇതിനകത്തൊക്കെ കാണുമ്പോൾ ആണ് ഇത്. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഭയങ്കര പ്രീമിയം ബിൽഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഡൂക്ക് 200 ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുറേ ആയി, അങ്ങ് കണ്ടമാനമായി സാധനം. പക്ഷേ ഇത് അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് പൈസയുടെ വ്യത്യാസം എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ചെറിയൊരു വീഡിയോ ചെയ്തതാണ് ഗൈസ്. അപ്പം ശരി, എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.